ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കുന്നത് സുപർണ ആനന്ദ് എന്ന് പറഞ്ഞ ആക്ട്രസ്സാണ്. നമ്മുടെ പഴയ ഒരു രണ്ട് മൂന്ന് ഹിറ്റ് പടങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തത് വൈശാലി എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു മോളായിട്ട്, ഗീതയുടെ മോളെന്തോ ആയിട്ട് അഭിനയിക്കുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ രണ്ട് പടത്തിലെയും പാട്ടുകൾ നല്ല മനോഹരമായ പാട്ടുകളാണ്. കേട്ടിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് കേൾക്കാമെന്ന് ഞാൻ പറയണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് വേർഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ഞാൻ വർക്ക് തുടങ്ങുന്നതാണ്. ഇതൊരു പെൻസിൽ ഡ്രോയിങ് ആണ്. പെൻസിൽ ഡ്രോയിങ്ങും ഷെയ്ഡിങ്ങുമാണ്. അത് ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡാർക്ക് ചെയ്യണ ഒരു പരിപാടിയാണ്. പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആദ്യമായിട്ട് പെൻസിൽ ഡ്രോയിങ് ആണ് പഠിച്ചത്. അത് കാർട്ടൂണാണ് ആദ്യം തുടങ്ങിയത്. പിന്നീട് ഫേസ് അല്ലെങ്കിൽ പോർട്രേറ്റ്സുകൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു വേർഡ് റീകളക്ട് എന്നുള്ള ഒരു വേർഡാണ്. നമ്മുടെ ലൈഫിൽ വളരെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു വേർഡാണ്. കാരണം നമ്മളുടെ ഒരു പാസ്റ്റല്ല വേണ്ട, നമ്മൾ എന്താ പറയുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വന്ന വഴി എന്നുള്ള പറയാം അല്ലേ, വന്ന വഴി മറക്കരുതെന്നൊക്കെ പറയും. അതേപോലെ ഞാൻ പറഞ്ഞു, നമ്മൾ അതിലൂടെ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ മൈൻഡെങ്കിലും ഒന്ന് ഓടിച്ചു പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും പറയണത്. അത് നമ്മളെ കുറേ കൂടി എനർജി ആക്കുന്നതാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഹൈറ്റ്സിലാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ നമ്മളൊരു അധികം വലിയൊരു പൊസിഷനിൽ എത്തിയില്ല, നമ്മളൊരു മീഡിയം ഇതിലാണ് നിൽക്കണമെങ്കിൽ അത് നമ്മളെ റീകോളിലൂടെ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് കൂട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ വരും. ഇനിയിപ്പോൾ നമ്മളൊരു പരാജയമായ ഒരു മനുഷ്യനാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ റീകോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് റീകോള് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ നഷ്ടപ്പെട്ട സ്റ്റോറീസുകളല്ല നമ്മൾ ഫോക്കസ് ചെയ്യണത്. നമ്മൾ പിടിച്ച് കയറാൻ തുടങ്ങുമ്പോൾ ആ ഒരു ടൈം ഉണ്ടല്ലോ, അവിടെ മുതലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പെൻസിൽ ഡ്രോയിങ് തുടങ്ങുമ്പോൾ, ഇപ്പോൾ ഈ പെൻസിൽ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം വരച്ചിരുന്ന ചില പിക്ചറുകളൊക്കെ എൻ്റെ മനസ്സിൽ ഓടി വരും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മളെ ഒരു റീകോൾ ചെയ്യാൻ, അതായത് നമ്മുടെ സക്സസ്സിലേക്കുള്ള ഒരു എന്തായാലും ഒരു, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം ഗോളിലേക്ക് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റീകോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് നമ്മൾ ആ തുടക്കത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ വരെ നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നടന്ന് നമുക്ക് എന്തൊക്കെ ഒരു ലേൺ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ലൈഫ് എത്രത്തോളം കുറച്ച് കംഫർട്ടായിട്ട് പോകുന്നുണ്ട്, അതൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതലും നമ്മൾ റീകോൾ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജോലി സംബന്ധമായ തുടക്കം മുതലുള്ള ഒരു മൂവാണ് നമ്മൾ ശരിക്കും റീകളക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതിലൂടെ നമുക്ക് യഥാർത്ഥം നമ്മുടെ ഒരു ഫൈനൽ പോസ്റ്റിലേക്ക് എത്താൻ അത് റീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് വന്ന വഴി മറക്കരുതെന്നാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഒരു വീട് കണ്ടിട്ടുണ്ട്. ആ പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെറിയൊരു വീടുണ്ട്. ആ വീട് ഒരിക്കലും പൊട്ടിച്ചിടുന്നില്ല പുള്ളി. പക്ഷെ പകരം പുള്ളി അപ്പുറത്ത് തന്നെ നല്ല വലിയ 2 നില വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വർഷം ആ പുള്ളിയുടെ, അതിൻ്റെ ക്ലൈൻറ്റാണ്, അപ്പോൾ പുള്ളിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പുള്ളി ഇങ്ങനെ പറയാണ്, ഇവിടെ നിന്നാണ് ഞാൻ കളിച്ച് വളർന്ന് വലുതായത്, അപ്പോൾ ഞാൻ ആ വീട് ഒരിക്കലും നശിപ്പിക്കില്ലെന്ന്. ഓർമ്മകളാണ് ആ പുള്ളീനെ ആ വീട് നശിപ്പിക്കാത്തത്. അതേപോലെ ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മുടെ റൂട്ട്സ്, നമ്മൾ വരുന്ന റൂട്ട്സുകൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരിക്കലും വിട്ട് കളിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ പടത്തിനെ കുറിച്ച് ലാസ്റ്റ് പറയാനുള്ളത്, ഇതൊരു പെൻസിൽ ഡ്രോയിങ് ആണ്. ഇപ്പോൾ ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇതാണ്. ഇതിലെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വിട്ട് കളയുക, പ്രാക്ടീസിൻ്റെ ഭാഗമാണ്.